ആമക്കുട്ടികളുടെ ബ്ലിങ്കി മിന്നി ചേച്ചി. ആ അരുവിയുടെ കരയിലെ മരത്തിന്റെ പേര് നീർമരുത് എന്നായിരുന്നു. ആത്മവിശ്വാസമുള്ള ഒരു കുട്ടിയെ പോലെ തല ഉയർത്തിയായിരുന്നു നീർമരുതിന്റെ നിൽപ്പ്. സന്ധ്യ മയങ്ങുമ്പോ നീർമരുത് നിന്നങ്ങനെ തിളങ്ങും. താരങ്ങൾ നിറഞ്ഞ ആകാശത്തിന്റെ ഒരു കഷ്ണം അരുവിയുടെ തീരത്ത് വന്ന് നിൽക്കുകയാണോന്ന് പോലും തോന്നിയവരുണ്ടത്രേ. അതെങ്ങനെയാ? സൂര്യമാമൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോ മിന്നാമിന്നികള് കൂട്ടമായി പാറി പാറി വന്ന് നീർമരുത് മരത്തിൽ വന്നിരിക്കും. മിന്നാമിന്നികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരണത്രേ നീർമരുത്. പിന്നെ കളിയായി, ചിരിയായി, വർത്താനായി. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് രസാ. ആ മിന്നാമിന്നി കൂട്ടത്തിലെ ഏറ്റവും മിടുക്കി കുട്ടിയുടെ പേര് ബ്ലിങ്കി മിന്നി എന്നായിരുന്നു. അവള് നന്നായിട്ട് പാടും, ആടും, എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറും. ഒരു ചക്കര കുട്ടി തന്നെ. അവളുടെ ചിരി കാണുമ്പോ തന്നെ എല്ലാവർക്കും സന്തോഷാണ്. ആകാശത്ത് പാറുന്ന മഞ്ഞക്കിളിയും നീർമരുതിലേക്ക് വിരുന്നു വരാറുള്ള കുഞ്ഞിക്കാറ്റും ബ്ലിങ്കി മിന്നിയുടെ അടുത്ത കൂട്ടുകാരാണ്. ഓരോരുത്തരും ഓരോ ദിക്കുകളിലേക്ക് പോകുന്നവരല്ലേ. അപ്പോ ദിവസം തീരുമ്പോ ആ ദിവസത്തെ മുഴുവൻ വിശേഷങ്ങളും എല്ലാരും പരസ്പരം പറയും. അങ്ങനെ ഒരു വൈകുന്നേരം രാത്രിയാകാൻ തുടങ്ങായിരുന്നേ. അപ്പോ നീർമരുതിന്റെ ഏറ്റവും അറ്റത്തെ കൊമ്പത്തിരുന്ന ബ്ലിങ്കി മിന്നി ഒരു വിശേഷം പറഞ്ഞു. അതെ, ആമക്കുഞ്ഞുങ്ങൾ വിരിയണത് കണ്ടിട്ടുണ്ടോ? കുഞ്ഞിക്കാറ്റ് ചോദിച്ചു. ഞാൻ കണ്ടു. അരുവിയുടെ അപ്പുറത്തെ സൂര്യകാന്തി പാടത്തിനടുത്ത് മണൽത്തിട്ടയില്ലേ, അവിടെ നിന്ന് കുറേ കുഞ്ഞനാമകള് ഇത്തിരി കുഞ്ഞൻ കാലുകളില് വേഗത്തിൽ അങ്ങനെ അരുവിയിലേക്ക് ഓടുകയായിരുന്നു. അതെയോ? എന്നിട്ട്? അത് ചോദിച്ചത് മഞ്ഞക്കിളിയായിരുന്നു. അപ്പോളുണ്ട് നീർമരുത് മരത്തിന്റെ വേരിനടുത്ത് ഒരു കൂട്ടം ആമകൾ എത്തിയിരിക്കണു. അത് ആമയമ്മയും കുട്ടികളുമാണ്. ആമയമ്മയോ? എന്തേ വന്നു? നീർമരുത് ചോദിച്ചു. ഇവിടുത്തെ ബ്ലിങ്കി മിന്നിയോട് സ്നേഹം അറിയിക്കാൻ നേരിട്ട് വന്നതാ ഞങ്ങള്, ആമയമ്മ പറഞ്ഞു. ഇത് കേട്ട കുഞ്ഞിക്കാറ്റും മഞ്ഞക്കിളിയും ബ്ലിങ്കിയെ കൗതുകത്തോടെ നോക്കി. ബ്ലിങ്കി മിന്നി അപ്പോൾ വാത്സല്യത്തോടെ ആമക്കുട്ടികളുടെ അടുത്തേക്ക് പറക്കുകയായിരുന്നു. അപ്പോൾ ആമയമ്മ പറഞ്ഞു തുടങ്ങി. മരുതുമരമേ, ആമക്കുട്ടികൾ വിരിഞ്ഞിറങ്ങിയ സമയത്ത് ഞാൻ തീറ്റ തേടി പോയിരിക്കായിരുന്നല്ലോ. അപ്പോ കുഞ്ഞുങ്ങളെ കടിച്ചു തിന്നാൻ ഒരു കുറുക്കൻ കുറ്റിക്കാട്ടിൽ നിന്നും ചാടി വീണു. അപ്പോൾ എവിടെ നിന്നറിയാതെ ബ്ലിങ്കി പറന്നു വന്ന് കുറുക്കന്റെ മൂക്കിലിരുന്നു. എടാ കുറുക്ക, കുട്ടികളെ ഉപദ്രവിച്ച നിന്റെ വാല് ഞാൻ കത്തിക്കും, കണ്ടില്ലേ എന്റെ കയ്യിൽ തീയുണ്ട് എന്ന് പറഞ്ഞ് ബ്ലിങ്കി മിന്നി മിന്നി നിന്നു. കുറുക്കൻ ശരിക്കും പേടിച്ചു. എന്നിട്ട് പറക്കുന്ന പോലെ ഓടി. അങ്ങനെ എന്റെ കുട്ടികൾ രക്ഷപ്പെട്ടു മരുതുമരമേ, ആമയമ്മ പറഞ്ഞു നിർത്തി. ബ്ലിങ്കി മിന്നിയുടെ മിന്നൽ തീയല്ല എന്നൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി മണ്ടനായ കുറുക്കനില്ലായിരുന്നു. എങ്കിലും ആ സമയത്ത് ബുദ്ധിയോടെയും സഹാനുഭൂതിയോടെയും പെരുമാറിയ ബ്ലിങ്കി മിന്നി ഒരു മിടുക്കി തന്നെയെന്ന് നീർമരുത് മരത്തിലെ എല്ലാവർക്കും തോന്നി. അപ്പോൾ ആമക്കുട്ടികൾ എല്ലാരും ചേർന്ന് ബ്ലിങ്കി മിന്നി ചേച്ചി നന്ദി എന്ന് കൊഞ്ചി പറഞ്ഞത് കേട്ട് നീർമരുത് സ്നേഹത്തോടെ ചിരിച്ചു. അപ്പോൾ ആരെങ്കിലും അപകടത്തിൽ പെടുന്നത് കണ്ടാ നമ്മളും സഹായിക്കില്ലേ? ബ്ലിങ്കി മിന്നിയെ പോലെയുള്ള കുട്ടികളാണ് നല്ല ലോകം ഉണ്ടാക്കുന്നത്, അല്ലേ? കഥ ഇഷ്ടായോ?